മലപ്പുറം തിരൂർ ആലത്തിയൂരിൽ ആക്രിക്കടക്ക് തീപിടിച്ചു. വലിയൊരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത്. നമുക്കറിയാം 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഇപ്പോൾ തീയണക്കാനുള്ള ശ്രമം തുടരുന്നത്. വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. ഉച്ചക്ക് 12 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ സമീപത്തെ പ്രദേശവാസികളാണ് ഈ തീപിടുത്തം അറിയുന്നത്. ഉടൻ തന്നെ അവർ ആ തീ അണക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. അവരെത്തിയാണ് ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം തുടരുന്നത്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചിരട്ടകൾ, ഈ ഒരു ആക്രിക്കടക്കുള്ളിൽ 5000 കിലോ അധികം ചിരട്ടകൾ ഉണ്ടായിരുന്നു. അതാണ് തീ അണക്കാനുള്ള വലിയൊരു പ്രതിസന്ധിയായി പറയുന്നത്. അതോടൊപ്പം തന്നെ കാർബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. തീ അണക്കാനുള്ള ശ്രമം അതുകൊണ്ടാണ് ഈ വൈകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഫയർഫോഴ്സ് സംഘം അടക്കം പറയുന്നത്. ഇത് എപ്പോഴായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു 12:30 മണിയായപ്പോൾ മീറ്റർ വന്ന് പിടിച്ച കറണ്ട് അത് നേരിട്ടിട്ട് ബാക്കിൽ കാർബോർഡ് ഉണ്ടായിരുന്നു. 2500 കിലോന് ഒരു ഈ സ്കൂൾ മാർച്ച് ആയതുകൊണ്ട് സ്കൂളെല്ലാം പൂട്ടിയോണ്ട് കുറേ ബുക്കുകളൊക്കെ പരിസരത്ത് നിന്ന് കൊണ്ടുവന്നത്. അതും പിന്നെ ഒരു 6000 കിലോ ചിരട്ടകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെ ഇവിടെ കൂടിയോണ്ടാണ് ഇത്രയും അണക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായത്. മറ്റേ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഫ്രണ്ടിലായതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ലോഡ് കയറ്റാൻ പ്രയാസം വന്ന് തമിഴ്നാട് ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ലോറി കിട്ടാൻ കുറച്ച് പ്രയാസം വന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കുറച്ച് സ്റ്റോക്ക് കൂടിയത്. ആ സ്റ്റോക്ക് കൂടിയോണ്ടാണ് ഇപ്പോൾ അണക്കാനും പ്രയാസമായി. ചിരട്ട ഉള്ളതുകൊണ്ടും ബുക്ക് ഉള്ളതുകൊണ്ടാണ് അണച്ച് വെള്ളാണ്ട് അടിക്ക് പിടിക്കാതിരിക്കുന്നത്. പുക പറഞ്ഞത് അതുകൊണ്ട് ഈ പുക നമ്മളിവിടെ നിൽക്കുമ്പോഴും പ്രയാസമായിട്ട് നമുക്ക് തോന്നാത്ത എന്താ വെച്ചാൽ ചിരട്ട ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പ്രയാസമായി തോന്നും. കാരണം പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ മുന്നിൽ അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കായിരുന്നു. അതെ. അവർ അപ്പോഴത്തെ ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേനും അവർ വന്നിട്ടുണ്ട്. 2-3 യൂണിറ്റ് വന്നിട്ടാണ് ഇപ്പോൾ ഇത്. ഇപ്പോഴും ഏറെക്കുറെയൊക്കെ പുകന്റെ പ്രശ്നം കാണുന്നത്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അങ്ങോട്ട് നോക്കുമ്പോൾ പറയാം ഭയങ്കര പ്രയാസമുള്ള ഗുണം. പക്ഷേ യഥാർത്ഥത്തിൽ ചിരട്ട ആയതുകൊണ്ടാണ് നമ്മളിവിടെ എടുത്തുനിന്നിട്ട് പോലും നമുക്കതൊരു പ്രയാസമായി തോന്നാത്തത്. നഷ്ടം എന്തായാലും 10-20 ലക്ഷം റുപ്യോളം നഷ്ടം വരും. കാരണം എന്താ വെച്ചാൽ ഷെഡും കാര്യങ്ങളൊക്കെ പാടല്ല നഷ്ടപ്പെട്ടത്. പൂർണ്ണമായിട്ട് കത്തി. ഇതിലൊന്നും ഉപയോഗപരമായിട്ടുള്ള ഉണ്ടാവില്ല കാര്യമായിട്ട്. അത് ഇവിടുന്ന് ഇങ്ങനെ പരിസരത്ത് ഇങ്ങനെ ആരൊക്കെ വിളിച്ചറിയിച്ചിട്ടാണ്. എൻ്റെ അളിയൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ അവർ വിളിച്ചറിയിച്ചപ്പോൾ ഞാനും ഇങ്ങോട്ട് വന്നതാണ്. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായത്. ഏതായാലും 5000-ഓളം കിലോ വരുന്ന ചിരട്ടകൾ ഇതിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ തോതിൽ കാർബോർഡുകൾ ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു തീപിടുത്തം രൂക്ഷമാക്കിയത്. ആ സാഹചര്യത്തിൽ തീ അണക്കാനുള്ള ശ്രമം വൈകുകയും ചെയ്തു. ഏതായാലും 3 യൂണിറ്റ് തിരൂരിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഇപ്പോൾ തീ അണച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള പുക ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു കാരണമാണ്. പ്രത്യേകിച്ച് ചിരട്ടയും കാർബോർഡുമാണ് പ്രധാനമായി ഇതിലുണ്ടായത്. ഈ സ്ഥാപനം ആക്രിക്കട പൂർണ്ണമായി കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാനപ്പെട്ട ഈ അപ്പുറവും ഇപ്പുറവും ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ 2 ഭാഗങ്ങളിലായി വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് ഈ ആളിപ്പടരുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് സംഘം എത്തി ആ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റി ആ ഭാഗത്തേക്ക് ആളിപ്പടരാനുള്ള ആ ഒരു ശ്രമം ഫയർഫോഴ്സ് ഉടൻ തന്നെ അവിടെ കൂടുതൽ ആളിപ്പടരുന്നത് അത് ഫയർഫോഴ്സ് എത്തി തന്നെ പൂർണ്ണമായി അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു തീപിടുത്തമാണ് ഈ ആലത്തിയൂരിൽ ഉണ്ടായത്. ഏതായാലും വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഏതായാലും നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ തോതിൽ പുക ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ഇനിയും ഈ ഫയർഫോഴ്സ് സംഘം ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കൂടുതൽ യൂണിറ്റുകൾ എത്തും. ഈ പുക പൂർണ്ണമായി ഇവിടെ അവസാനിപ്പിക്കും. വെള്ളം ഉപയോഗിച്ച് ഇത് പൂർണ്ണമായി നിർത്തും എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് പറയുന്നത്. ഏതായാലും വലിയൊരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. ഈ കാരത്തൂർ സ്വദേശിയായ കബീറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ആക്രിക്കടയാണ് ഇത് പൂർണ്ണമായി കത്തി നശിച്ചത്.